CPM-നെ അധിക്ഷേപിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കേണ്ട പാലക്കാട് എന്നാണ് പാലക്കാട്ടെ പ്രവർത്തകർ പറയുന്നത്. ഷാഫി പറമ്പലിന്റെ പ്രിയ ശിഷ്യനെ മത്സരിപ്പിക്കരുതെന്ന് നേതാക്കൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നിർണായക നീക്കങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ വിജയിച്ചതിനെ തുടർന്ന് പാലക്കാട് നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിർണായക നീക്കങ്ങളുമായി കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കൾ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെയാണ് ജില്ലാ നേതാക്കൾ രംഗത്തെത്തിയിട്ടുള്ളത്. നേരത്തെ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങളുണ്ടായിരുന്നു. പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിലിനും രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ പാലക്കാട്ടെ കോൺഗ്രസ് ജില്ലാ നേതാക്കൾ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ സംസ്ഥാന നേതൃത്വത്തെ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. പാലക്കാട് CPM വോട്ടുകൾ കൂടി നേടാനാകുന്ന സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ് നേതാക്കളുടെ ആവശ്യം. CPM-നെ നിരന്തരം അധിക്ഷേപിക്കുന്ന രാഹുൽ സ്ഥാനാർത്ഥിയായാൽ തിരിച്ചടി ലഭിക്കുമെന്നാണ് ജില്ലാ നേതാക്കളുടെ വിലയിരുത്തൽ. നേരത്തെ പാലക്കാട് രമ്യ ഹരിദാസിന്റെയും K മുരളീധരന്റെയും പേരുകൾ ഉയർന്നു വന്നിരുന്നു. ആലത്തൂരിൽ K രാധാകൃഷ്ണനോട് പരാജയപ്പെട്ട രമ്യയ്ക്ക് ഒരു അവസരം കൂടി പാർട്ടി നൽകണമെന്നാണ് നേതാക്കൾക്കിടയിൽ തന്നെ അഭിപ്രായമുയരുന്നത്. സമാനമായി K മുരളീധരന് വേണ്ടി ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. BJPക്ക് ആധിപത്യമുള്ള പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ CPM-നെതിരെ നിരന്തരം അധിക്ഷേപ പരാമർശങ്ങളുമായി രംഗത്ത് വരുന്ന സ്ഥാനാർത്ഥി കോൺഗ്രസിന് തിരിച്ചടിയാകും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ശ്രീധരന് നേരിയ ഭൂരിപക്ഷത്തിലായിരുന്നു ഷാഫി പറമ്പിൽ പാലക്കാട് മണ്ഡലം നിലനിർത്തിയത്. ഇത്തവണ ശ്രീകൃഷ്ണകുമാർ, സന്ദീപ് വാര്യർ തുടങ്ങിയവരെയാണ് BJPയുടെ പാലക്കാട് മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നവരുടെ പട്ടികയിലുള്ളത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ ആധിപത്യമുള്ള BJPക്ക് തിരിച്ചടി നൽകണമെങ്കിൽ K മുരളീധരനെ പോലെ ശക്തമായ ഒരു സ്ഥാനാർത്ഥി വേണമെന്നാണ് കോൺഗ്രസ് ജില്ലാ നേതാക്കളുടെ ആവശ്യം. എന്തായാലും BJPയെ പൂട്ടിക്കെട്ടാനിറങ്ങിയ K മുരളീധരന് തൃശൂരിൽ നിന്ന് കിട്ടിയ തിരിച്ചടി പാലക്കാടും പ്രതീക്ഷിക്കാം. പാലക്കാടേക്ക് എത്തിയാൽ അടപടലം K മുരളീധരൻ തോൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.